അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. സൺഡേ ആണ് ഇന്ന്. അപ്പോൾ സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. ഓക്കെ, അപ്പം രാവിലെ ആയപ്പോഴത്തേക്കാണ് പ്ലാൻ ചെയ്തത് ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. ഇന്ന് അമ്മ ലീവായിരുന്നു, അപ്പം എടുത്തേക്കാന്നങ്ങ് പ്ലാൻ ചെയ്തു. എഴുന്നേറ്റപ്പോൾ അച്ഛനും ഇല്ല ഏട്ടനും ഇല്ലായിരുന്നു. രണ്ടുപേരും വെളുപ്പിനെ ഓട്ടം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് താമസിച്ച് എഴുന്നേറ്റ്. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയ ശേഷം അടുക്കളയിലേക്ക് വന്നു. ആദ്യമേ തന്നെ എന്നാൽ വിചാരിച്ചു കാപ്പി കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ദിവസവും അങ്ങനെയൊന്നുമല്ല കേട്ടോ, എല്ലാ ദിവസവും പയ്യൊക്കെയാണ് കാപ്പി കുടിക്കുന്നത്. ഇവിടെ എല്ലാവരും കട്ടൻ കാപ്പി രാവിലെ എഴുന്നേറ്റ് കുടിക്കും. പാൽ കാപ്പി ഞാനും അമ്മയും ഒരു 7 8 ആകുമ്പോഴത്തേക്കാണ് കുടിക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് വന്നു, പാൽ കാപ്പി വെച്ചു. ബ്രൂ ആണേ. അപ്പോൾ അമ്മ എഴുന്നേറ്റ് പോയി മിറ്റമൊക്കെ തൂക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. നിൽക്കുന്ന ദിവസം അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ രാവിലെ അമ്മ പോയി മിറ്റമൊക്കെ തൂക്കുമായിരുന്നു. ഞാനപ്പോഴത്തേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം ഞാൻ പാലും കാപ്പിയെല്ലാം റെഡിയാക്കി. എനിക്ക് കാപ്പി ഒരുപാട് ചൂടോടെ കുടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാനിങ്ങനെ കാപ്പി ഇട്ട് വെച്ചിട്ട് അതിനിടയിൽ പണിയും ചെയ്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അമ്മയ്ക്കാണെങ്കിൽ കാപ്പി ഇട്ട പാടെ നല്ല തിളച്ചാവി വരുന്ന കാപ്പി തന്നെ വേണേ. മറ്റുള്ള പടത്തിൽ പറയുന്ന പോലെ ചൂടുള്ള കാപ്പി ഊതി ഊതി കുടിക്കുന്ന ഗുപ്തിന് ഇഷ്ടം എന്ന് പറയുന്ന പോലെ അമ്മയ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം. തണുത്ത് കഴിഞ്ഞാൽ അമ്മ പിന്നെയും ചൂടാക്കി എടുത്ത് കുടിക്കത്തുള്ളൂ. അപ്പോൾ കാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എനിക്കും അമ്മയ്ക്കും കൂടെ ഉള്ളത് എടുത്തു. പിള്ളേർക്ക് അങ്ങനെ കാപ്പി കൊടുക്കാറില്ല. ദേവൂട്ടനെങ്ങാനും പിന്നെ ചോദിക്കും കാപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കാപ്പി തരാമോ അമ്മയെന്ന്. അങ്ങനെയാണെങ്കിൽ കൊടുക്കും. കുഞ്ഞിലെ തൊട്ടേ കാപ്പി അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ശീലം അവർക്ക് ഞാൻ വളർത്തിയെടുക്കുന്നില്ല. അങ്ങനെ അമ്മ മിറ്റം തൂത്തുകൊണ്ടിരുന്നതായിരുന്നു. അമ്മയ്ക്കുള്ള കാപ്പി കൊണ്ടു കൊടുത്തു. അമ്മ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ തലേ ദിവസം മത്തിയായിരുന്നു മേടിച്ചിട്ട് വന്നത്. അമ്മയപ്പം മത്തി വെട്ടണമെന്നൊക്കെ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളമാണ് ആദ്യം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നത്. അതിനുശേഷമാണ് കഞ്ഞിക്കുള്ളത് വെക്കുന്നത്. അമ്മ അപ്പോൾ ദേവൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ സാധാരണ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഇന്ന് അവൻ എന്ത് പറ്റിയെന്നോ അച്ഛൻ വെള്ളമുണ്ടാകാൻ തോന്നുന്നു. ആദ്യമേ അവൻ നേരെ അച്ഛമ്മയുടെ അടുത്തേക്കാണ് വന്നത്. പൂച്ചയുടെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു പൂച്ചയ്ക്ക് മീൻ കൊടുക്കുന്നൊക്കെ. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടും മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുള്ളതാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വെള്ളം തിളച്ചു. അത് കഴിഞ്ഞിട്ട് കഞ്ഞിക്കുള്ള വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാമെന്ന് വെച്ചത്. ചിരട്ടപ്പുട്ടും മുട്ടക്കറിയും. ഞങ്ങളങ്ങനെ പുട്ടും മുട്ടക്കറിയും പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും പഴവും പഞ്ചസാരയും അങ്ങനെയൊക്കെ ആയിരിക്കും കോമ്പിനേഷൻ. പക്ഷേ ഞങ്ങൾ മുട്ടക്കറി അങ്ങനെ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒന്നല്ലായിരുന്നു. ഞങ്ങൾ രണ്ടാമത്തെ വട്ടമാണ് തോന്നുന്നു അന്ന് വെച്ചത്. ഒരിടയ്ക്ക് വെച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ ഇവിടെ അങ്ങനെ ആരും, നമ്മൾ കൊല്ലത്തൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ വെക്കുമായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ ആരും ആ കോമ്പിനേഷൻ കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സൺഡേ എന്നാൽ അങ്ങനെയാണെന്ന് കരുതി. അങ്ങനെ പുട്ടിനുള്ള മാവെല്ലാം കുഴച്ച് കുക്കറിൽ ഞാൻ വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ തിരുകി പുട്ടിനുള്ള അങ്ങനെ പുട്ട് അടുപ്പത്താക്കിയിട്ട് മുട്ടയും കൂടെ ഞാൻ പുഴുങ്ങാനായിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് ഗ്യാസ് പിന്നെ സ്ഥലം കിട്ടത്തില്ല കേട്ടോ വെക്കാനായിട്ട്. ഓരോരോ തിരക്കുകളായിരിക്കും. മീൻകറി ആയാലും ഓരോ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ അടുപ്പ് ഒഴിഞ്ഞിരുന്ന സമയത്ത് മുട്ടയും പുട്ടുമൊക്കെ അങ്ങ് ആക്കാമെന്ന് കരുതി. ഞായറാഴ്ചയല്ലേ, എല്ലാം താമസിച്ചൊക്കെ പയ്യെ ചെയ്യാമെന്നുള്ള മട്ടിലിരിക്കും. എന്നാലും എനിക്കും അമ്മയ്ക്കും പൊതുവേ പണിയൊക്കെ നേരത്തെ തീർക്കുന്ന കേട്ടോ ഇഷ്ടം. കഴിവതും നേരത്തെ തീർക്കും. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വർത്തമാനം പറയുകയോ വേറെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പം നമുക്ക് കുറച്ച് സമയങ്ങളൊക്കെ കിട്ടുമല്ലോ. നമ്മുടേതായ സെൽഫ് കെയർ ഒക്കെ ചെയ്യാനായിട്ടുള്ള സമയങ്ങളൊക്കെ കിട്ടുമല്ലോ വീട്ടിലിരിക്കുമ്പോഴത്തേക്കല്ലേ. അമ്മയ്ക്കാണെങ്കിലും ചെയ്ത് കൊടുക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പുട്ട് നമ്മൾ നിറച്ചിട്ട് കുക്കറിലേക്ക് വെക്കുകയാണ്. പിള്ളേർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത്, ചിരട്ടപ്പുട്ട്. മറ്റേ പുട്ടുകുറ്റിക്കകത്ത് വെക്കുന്നതിലും അവർക്കിഷ്ടം ഇതാണ്. അമ്മയ്ക്കും ചിരട്ടപ്പുട്ട് വെക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ട് ചിരട്ടപ്പുട്ടിൻ്റെ അത് നമ്മുടെ അവിടെ വരുന്നത് അണ്ണാച്ചിടയിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ സാധാ പുട്ടുകുറ്റിയിലല്ലേ പണ്ട് മുതലേ നമ്മളല്ലേ, ഇപ്പോഴല്ലേ ഈ ചിരട്ടപ്പുട്ട് അതൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഇവിടെ വരുന്ന അണ്ണാച്ചിടയിൽ നിന്ന് അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാനുള്ളതെല്ലാം അരിയുമായിരുന്നു. സവോളയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ അരിയായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ മുട്ട വെന്ത് മാറിയ ശേഷം സവോള എല്ലാം വഴറ്റാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിരുന്നു. അമ്മ ആ സമയത്ത് പുറത്ത് തുണിയലക്ക് അങ്ങനെയുള്ള മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് തുണിയലക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. പിന്നെ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഉണക്കാനിടണമായിരുന്നു. അതെല്ലാം പോയി ഉണക്കാനിട്ടു. ഞാനിവിടെ അടുക്കളയിൽ വീഡിയോ എടുത്തിരിക്കുന്ന കാരണം പുറമേ ബാക്കിയുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എനിക്കിതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കാപ്പിയിട്ട പാത്രമൊക്കെ കഴുകി അങ്ങോട്ട് മാറ്റി അടുക്കളയൊന്ന് വൃത്തിയാക്കിയിട്ടേക്കാന്ന് വെച്ചു.
പിന്നെ ഇനിയിപ്പം ചോറിനുള്ള കറിക്ക് മാത്രം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി മാറ്റി. പുട്ടിൻ്റെത് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു, ഇനി കുറച്ചും കൂടി വെക്കാനുണ്ടായിരുന്നുള്ളൂ. മുട്ടക്കറി ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചു. പിന്നെ ഞാൻ അരിയൊക്കെ കഴുകിയിട്ടു. ഒരു വേവ് കൂടുതലുള്ള അരി ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 8 മണി ഒക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഇട്ടാൽ ഒരു 10-11 അരയൊക്കെ ഉണ്ടാവും. അത്രയും വേവുള്ള അരിയായിരുന്നു ഇപ്രാവശ്യം നമ്മൾ എടുത്തത്. പിന്നെ നമ്മളത് മാറ്റാൻ നിന്നില്ല. നമ്മൾ 50 കിലോയുടെ ആ ചാക്കരിയാണ് എടുക്കുന്നത്, 50 കിലോയുടെ. അപ്പോൾ നമ്മളത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മൾ അതാണ് എടുത്തത്. പുട്ട് അങ്ങനെ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. പുട്ടിൻ്റെ പണിയും കൂടെ കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട്. പിന്നെ ബാക്കി പണിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം. പുട്ടിൻ്റെ പണിയൊക്കെ അപ്പം പകുതി വരെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ബാക്കി തൂക്കാനും വാരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്ക് തമ്പുരു എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് വന്നു, അടുക്കളയിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് പോയി. പിന്നെ ഞാൻ ആ റൂമിലേക്ക് പോയി. തന്നെ അവൾ എഴുന്നേറ്റ് മാറായിരുന്നു ഞാൻ ബെഡ് വിരിക്കാനായിട്ട്. ബെഡൊക്കെ ഒന്ന് വിരിച്ചു. എന്നാൽ ഇനി തൂത്തൊക്കെ വാരിയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് കരുതി. ഞാൻ ഇവരൊക്കെ എഴുന്നേറ്റ് മാറിയ ഉടനെ തന്നെ ഞാൻ ബെഡ് വിരിക്കും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോ, അമ്മയ്ക്കും അതേപോലെ തന്നെയാണ്. ഏകദേശം ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യത്തിലും, ചില കാര്യങ്ങളിലും മാത്രമേ ഉള്ളൂ വ്യത്യാസങ്ങൾ. ബാക്കി ഇങ്ങനെയുള്ള വൃത്തിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അടുക്കി വെക്കുന്ന കാര്യത്തിലായാലും ഏകദേശം ഒരേ അഭിപ്രായവും രീതികളൊക്കെ തന്നെയാണ്. അമ്മയാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് മാറിയ ഉടനെ ബെഡ് വിരിക്കും. പിന്നെ അമ്മയ്ക്ക് പിള്ളേരാണെങ്കിലും ആ ബെഡിലോട്ട് കയറാൻ അമ്മ സമ്മതിക്കത്തില്ല കേട്ടോ. പിന്നെ ചുളുങ്ങി വാരി ഇടുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല. എനിക്കങ്ങനൊന്നുമില്ല കേട്ടോ. എന്തായാലും പിള്ളേർ കയറും, അത് ചീത്തയാവും നമുക്കറിയാമല്ലോ. നമ്മളെന്തായാലും വൃത്തിയാക്കി ഇടും, അത്രയേ ഉള്ളൂ. പിള്ളേർ അവരുടെ പ്രായമായതുകൊണ്ട് അവരത് വൃത്തിയേടൊക്കെ ആക്കിയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ റൂമെല്ലാം ഒന്ന് തൂത്തുവാരുന്നുണ്ടായിരുന്നു രാവിലെ. അതെല്ലാം തൂത്തുവാരി സൺഡേയില്ലേ, അപ്പോൾ എല്ലായിടും തുടയ്ക്കുകയൊക്കെ ചെയ്യും. നമ്മൾ എല്ലാ റൂമും തുടയ്ക്കുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം എല്ലാ റൂമും ഫുള്ള് വീട് മൊത്തത്തിൽ നമ്മളങ്ങനെ തുടയ്ക്കും. അല്ലാത്ത ദിവസങ്ങളിൽ അടുക്കളയും ഹാളും വർക്ക് ഏരിയയും മാത്രമായിട്ടാണ് തുടയ്ക്കുന്നത്. പിന്നെ വല്ല അഴുക്കെങ്ങാനും വീഴുകയോ അങ്ങനെ വല്ല ചെയ്യുകയാണെങ്കിൽ റൂം ഇടയ്ക്ക് ഒന്ന് തുടയ്ക്കത്തുള്ളൂ. അല്ലാതെ ആഴ്ച സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആ ദിവസങ്ങളിലായിരിക്കും തുടയ്ക്കുന്നത്. ഇത് ഞാൻ തലേന്നേ തുടച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തൂത്താൻ മാത്രം മതിയായിരുന്നേ. അങ്ങനെ റൂം തൂത്തു. പിന്നെ ഞങ്ങളുടെ ഇപ്പുറത്തെ റൂമുണ്ട്, അവിടെ നമ്മൾ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ചേട്ടൻ്റെയൊക്കെ റൂമായിരുന്നു. ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെയാണ് കിടക്കുന്നത്. ആ റൂമിൽ അധികം ആരും അങ്ങനെ കയറത്തില്ല. ഏട്ടനെങ്ങാനും ഓട്ടം കഴിഞ്ഞ് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കിടക്കും, അല്ലെങ്കിൽ പിള്ളേർ കുറച്ച് നേരം ഒന്ന് കളിക്കാനൊക്കെ കയറിയിരിക്കും. അതുകൊണ്ട് അവിടെ കട്ടിലിലൊന്നും വലിയ ഇതുണ്ടാവത്തില്ല. പിന്നെ ഈ പാവയും അതും ഇതും കുറേ സാധനങ്ങളൊക്കെ പിള്ളേർ തന്നെ എടുത്ത് അവിടെ എല്ലാം നിരത്തിയിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് തൂത്തുവാരിയിട്ട് പിന്നെ ഹോള് അങ്ങനെ തൂത്തുവാരെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം എല്ലാ സാധനങ്ങളും പറക്കി എടുത്ത് എല്ലാം അടുക്കി വെച്ച് വേണം ഇതാക്കാനായിട്ട്. അടുക്കളയിലെ പണി, കാപ്പിയുടെ പണി കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് ചോറിൻ്റെ പണി മാത്രം, ഉച്ചത്തേക്കുള്ള മാത്രം നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ മത്ത് പിന്നെ അമ്മ വെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ അത് മാത്രം മതിയല്ലോ എന്ന് കരുതിയാണ് ഞാൻ പിന്നെ ക്ലീനിങ്ങിലേക്ക് കടന്നത്. അങ്ങനെ ആ മുറിയൊക്കെ തൂത്തൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു. എന്നും ഇങ്ങനെ തൂക്കുന്നുണ്ട്, വലിയ കയറാത്തതുകൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ. പിന്നെ കുറച്ച് അലപ്ര സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഏട്ടനാണെങ്കിൽ കയറിയാലും ഈ ചാർജർ കുത്തിയിടുന്നതും അങ്ങനെയുള്ളതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് പോകും. പിള്ളേരുള്ളതുകൊണ്ട് ചിലപ്പോൾ അവരെടുത്തത് ഈ സ്വിച്ച് ബോർഡിലിട്ട് കുത്താനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ അതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഇതെല്ലാം എടുത്ത് മാറ്റി എവിടെയെങ്കിലും ഒളിപ്പിച്ചൊക്കെ വെക്കും. മോൾ അങ്ങനെ ചെയ്യത്തില്ല. ദേവൂട്ടനാണ് എപ്പോഴും അത് കറണ്ടിലുള്ള പണികൾ ഒക്കെ ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ അവിടെയൊക്കെ വല്ലതും കാണുകയാണെങ്കിൽ എടുത്തിട്ട് കുത്തും. അതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഹോളൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും രാവിലെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു പിള്ളേർ. അതെല്ലാം പറക്കി ഒതുക്കിയിട്ട് അവിടെയെല്ലാം നമ്മളൊന്ന് തൂത്ത് മാറ്റുമായിരുന്നു. അമ്മ എപ്പോഴത്തേക്ക് അടുക്കളയിലാണോ അതോ പുറത്താണോ എന്നറിയത്തില്ല, അലക്കുകയോ അങ്ങനെ എന്തോ ചെയ്യുമായിരുന്നു. അമ്മ അലക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി എൻ്റെ തുണിയെല്ലാം അലക്കാനായിട്ട്. ഒത്തിരി കാണുമല്ലോ സൺഡേയിൽ, അപ്പോഴത്തേക്ക് ഒത്തിരി കാണും. പിന്നെ ഞാൻ 2 നേരം സത്യം പറഞ്ഞാൽ തുണി അലക്കും. രാവിലെ കുളിച്ച് കഴിയുന്ന ഡ്രസ്സ് അപ്പം തന്നെ കഴുകിയിടും. പിന്നെ മോൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവളുടെ യൂണിഫോമും കുഞ്ഞിൻ്റെ ദേവൂട്ടൻ്റെ അംഗൻവാടി പോയ ഡ്രസ്സും ഞാൻ കുളിച്ചിട്ട് മാറിയതും അന്നേരം കഴുകിയിടും. എന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ അത്രയും തുണി അലക്കണ്ടല്ലോ എന്നുള്ള കാര്യം വെച്ചിട്ട് അങ്ങനെ അങ്ങ് അലക്കിയിടും. അപ്പോഴത്തേക്ക് മഴക്കാറായിരുന്നു കേട്ടോ. അന്ന് ഞായറാഴ്ച എന്തോ ഒരു വൃത്തികെട്ട ഒരു കാലാവസ്ഥയായിരുന്നു. മഴയാണോ അതുമല്ല, വെയിലാണോ അതുമല്ല, രണ്ടും കെട്ട ഒരു കാലാവസ്ഥ. കുറച്ച് നേരം വെയിൽ വരും, പിന്നെ അങ്ങ് മഴക്കാറും. അപ്പം ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു, അമ്മ ഇന്ന് വീഡിയോ എടുക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് ഒരുമാതിരി ഇരുണ്ട് മൂടിയൊക്കെ കിടക്കുന്നെന്ന്. പിന്നെ ഞാൻ പോയിട്ട് തുണിയൊക്കെ എനിക്ക് കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ. ബെഡ്ഷീറ്റൊക്കെ നമ്മൾ തലേ ദിവസം ശനിയാഴ്ച നമ്മൾ അലക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ തുണിയെല്ലാം അലക്കി. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ തുണി അലക്കിയിട്ട് കുളിപ്പിക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ ഞാനും പോയി കുളിച്ചു. പിന്നെ കുഞ്ഞുങ്ങളെയും കുളിപ്പിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതൊക്കെ. അങ്ങനെ രണ്ടുപേരെയും ഞാൻ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുക്കാനൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ദേവൂട്ടനാണെങ്കിൽ കടന്ന് കുസൃതി, അവൻ അടങ്ങിയിരിക്കത്തില്ലല്ലോ, എപ്പോഴും ഓട്ടവും ചാട്ടവും. അങ്ങനെ അവൻ്റെ പ്രായം അതില്ലേ, അതുകൊണ്ട് അങ്ങ് ഭയങ്കര വികൃതിയായിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ ജനലിൽ കയറിയിട്ട് കട്ടിലോട്ടൊക്കെ എടുത്ത് ചാടും, സ്പൈഡർമാനാന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉടുപ്പിടാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു. തമ്പുരു പിന്നെ എല്ലാ കാര്യത്തിനും വിളിച്ചാലൊക്കെ വരിയെടുക്കുകയൊക്കെ ചെയ്യും. ചില സമയത്ത് മാത്രമേ ഉള്ളൂ മുഷാട്ട സ്വഭാവം കാണിക്കുന്നത്. അങ്ങനെ ദേവൂട്ടനെയും പിന്നെ ഒരുക്കി. രണ്ടുപേരും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലു പിടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് ഉമ്മയൊക്കെ തരുന്നുണ്ട് എൻ്റെ മകൻ. അങ്ങനെ രണ്ടുപേരെ ഒരുക്കിയിട്ട് അമ്മയോട് ഞാനപ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് തല ഷാമ്പു ചെയ്യണമായിരുന്നു രാവിലെ. അപ്പോൾ ഷാമ്പു ചെയ്തിട്ട് അമ്മ പിന്നെ പയ്യെ കുളിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ വിശക്കുന്നു, നമുക്കെന്നാൽ കഴിച്ചേക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് 9:30 10 ആവാറായെന്ന് തോന്നുന്നു സമയം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. 10 ആയെന്ന് തോന്നുന്നു സമയം. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്, വർത്താനമൊക്കെ പറഞ്ഞ്. രണ്ടുപേരും പുട്ടിന് മുട്ടയില്ലേ, ഇവർ മുട്ടയും ഉണ്ണിയും അതിൻ്റെ വെള്ളയും കഴിക്കുമായിരുന്നു. അംഗൻവാടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഈ ചില പിള്ളേർ മുട്ടയുടെ ഉണ്ണി കഴിക്കും, മുട്ടയുടെ വെള്ള കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഈ 2 പിള്ളേരും മുട്ടയുടെ മഞ്ഞ കഴിക്കത്തില്ല, വെള്ള മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ അതിൻ്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറിനുള്ള കറിയൊക്കെ ഉണ്ടാക്കാനുള്ള ഇതിലേക്ക് കയറി. അപ്പോഴത്തേക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നേ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് വെന്തു. ചോറ് ഞാൻ പിന്നെ ഊറ്റാനായിട്ട് എടുത്തപ്പം അമ്മ എവിടുന്ന് കടയിൽ നിന്ന് ഒരു പച്ച ചീര മേടിച്ചിട്ട് വന്നായിരുന്നു തലേന്ന്. അത് ഈ പരിപ്പും കൂട്ടി ചാറ് വെക്കാനായിട്ട്. അമ്മ ഇവിടെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അമ്മ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അമ്മ മുമ്പ് ഗൾഫിലൊക്കെ നിന്ന സമയത്ത് അവിടെ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചീര അവിടെ കണ്ടപ്പോൾ മേടിച്ചിട്ട് വന്നേ. അപ്പോൾ അത് നമ്മൾ ഈ സാമ്പാർ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് ഇങ്ങനെ വെച്ച് വേവിച്ചിട്ട് അത് ഈ ചീരയിട്ട് അരപ്പുണ്ടാക്കി ചാറാക്കി ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതും പിന്നെ മത്തിക്കറി ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഉണ്ട് ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കൊണ്ട് അച്ഛൻ കപ്പയും ബീഫുമായിട്ട് വന്നു. പിന്നെയും നമുക്ക് പണിയായില്ലേ. അപ്പം ഞങ്ങൾ കരുതി എന്നാൽ മത്തി ഉണ്ടാക്കണ്ട, എല്ലാം കൂടെ വേണ്ടല്ലോ, നമുക്ക് ഒരു കറി ഒരു തോരൻ അങ്ങനെ എന്തെങ്കിലും മതിയല്ലോ. അപ്പം അമ്മ ഒരെണ്ണം മത്തി നാളത്തേക്ക് വെക്കാമെന്ന് കരുതി വെട്ടിയ മത്തി എടുത്ത് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി. അത് കഴിഞ്ഞിട്ട് അമ്മ എപ്പോഴത്തേക്ക് ഞാൻ ആ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് ഞാനും കുളിച്ച സമയം കൊണ്ട് അമ്മ കപ്പയൊക്കെ പൊളിച്ച് ഇറച്ചിയും കഴുകി അത് കുക്കറിൽ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കപ്പയ്ക്കുള്ളതൊക്കെ അരച്ചു. അമ്മ അങ്ങനെ ബീഫ് കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് കടുക് പൊട്ടിക്കാനായിട്ടുള്ള പണിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. അത്രയും പണി അമ്മ അപ്പോഴത്തേക്ക് ആക്കി വെച്ചു. അതുകൊണ്ട് എനിക്ക് പിന്നെ വന്നിട്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ കപ്പ തിളച്ച് വരുന്നുണ്ടായിരുന്നു, അതിന് അരപ്പിടാൻ സമയമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീരയ്ക്കുള്ളതും അരിഞ്ഞ് ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാചകത്തിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുമൊക്കെ കഴുകി മാറ്റി. പിന്നെ നമ്മൾ ആ ചീരക്കറിക്ക് കടുക് പൊട്ടിക്കണമായിരുന്നു. ആദ്യമേ എന്നാൽ കടുക് പൊട്ടിച്ചേക്കാമെന്ന് കരുതി. അമ്മ അപ്പോഴത്തേക്ക് കറിവേപ്പില പറിക്കാൻ പോയാന്ന് തോന്നുന്നു. കറിവേപ്പില പറിച്ചിട്ട് വന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ വീഡിയോ എടുക്കാം അമ്മ അങ്ങോട്ട് അരിഞ്ഞിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ കടുക് പൊട്ടിച്ചൊഴിച്ചു. അടുക്കളയിലെ പണിയൊക്കെ എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടല്ലായിരുന്നു. ചൂടായിട്ട് ഞാൻ പിന്നെ പിള്ളേർക്ക് കുറച്ച് തണ്ണിമത്തങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ട് ഗ്ലാസ്സിലിട്ട് ഉടച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയും കറിയും എല്ലാം റെഡിയായി. അച്ഛനപ്പം കഴിക്കാനും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുട്ട് കഴിച്ചുകൊണ്ട് എനിക്ക് പിന്നെ വിശക്കാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അവർ 4 പേരും കൂടെ വർത്താനം പറഞ്ഞ് കഴിച്ചു. അതിനിടയ്ക്ക് തമ്പുരുവിനെ ദേവൂട്ടൻ എന്തോ അടിക്കുകയോ എന്തോ ചെയ്തിട്ട് ആ പപ്പായോട് പരാതി പറയുന്നുണ്ടായിരുന്നു. പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. മക്കൾ വിളിക്കുന്നത് പപ്പാച്ചി പപ്പാച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവളെ അടിച്ചെന്നൊക്കെ പരാതിയൊക്കെ പറയാം. പിന്നെ കുറച്ച് നേരം അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് മുറ്റത്തൊക്കെ ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ കയറി കുറച്ച് നേരം കടന്നു. അപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പായി. ഞാനും ചോറെടുത്തു. ചോറും പരിപ്പും ഇറച്ചിക്കറിയും കൂടെ കൂട്ടിയിട്ട് ഞാനും ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിള്ളേരപ്പോൾ അവരുടെ കൂടെ ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് ചോറല്ലേ കഴിക്കത്തുള്ളൂ. ഞാൻ പിന്നെ അവരെ കൈയും മുഖമൊക്കെ കഴുകിപ്പിച്ചിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് റെഡിയാക്കിയിട്ട് ചോറൊക്കെ കൊടുത്തിരുന്നു. ചോറ് കൊടുത്തു കഴിഞ്ഞ ശേഷം അവരെ 2 പേരെയും കടത്തി ഉറക്കി.
ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനും കയറി കിടന്നുറങ്ങി. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എഴുന്നേറ്റു. മുറ്റം തൂക്കണമായിരുന്നു. അപ്പോൾ ഒരുപാട് നമ്മുടെ പറമ്പിൽ മരമൊന്നുമില്ല എങ്കിലും എല്ലാ പറമ്പിൽ നിന്നും കാറ്റടിച്ച് കുറേ ഇലകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മുറ്റമൊക്കെ തൂത്തു. അമ്മ എഴുന്നേറ്റ് വന്ന് കാപ്പി കുടിച്ച് ഉറക്കച്ചടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മുറ്റം തൂക്കുന്നതൊക്കെ നോക്കി നോക്കി ഇനി ഇരിക്കുകയായിരുന്നു. ഞാൻ അന്നേരം അങ്ങനെ മുറ്റമൊക്കെ തൂത്തു. കുറേ നേരമായിട്ട് ഇങ്ങനെ തൂക്കുമായിരുന്നു. ഇൻ്റർലോക്ക് അല്ലേ, അതുകൊണ്ട് കുറച്ച് പാടാണ് ഇങ്ങനെ തൂക്കാനായിട്ട്. അത് ഇൻ്റർലോക്കിൻ്റെ ഉണ്ടല്ലോ, കുറച്ചിങ്ങനെ വിടന്ന് ഇട്ടിരിക്കുകയാണ്. അടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൂത്ത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുഞ്ഞ് കറിവേപ്പിലുണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ. അപ്പോൾ കുഞ്ഞ് ഇങ്ങനെ കാറ്റടിക്കുമ്പോഴേ തെരുതെരാന്ന് വീഴും. അപ്പോൾ പാടാണ് ഭയങ്കര തൂക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ അമ്മയ്ക്ക് ഞാൻ കാപ്പി ഇട്ട് കൊടുത്തു. പിന്നെ തമ്പുരു കുടിക്കാൻ നേരത്ത് കുറച്ച് എനിക്ക് കൂടെ തന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മയും തമ്പുരും അമ്മയുടെ ഫ്രണ്ട് ഉഷാമ്മയും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ് കുളിച്ചു വിളക്കൊക്കെ കത്തിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോൾ ദേവുടിനെ കൊണ്ടുപോയില്ലായിരുന്നേ. ഒരാളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അമ്മയൊക്കെ അന്ന് ഗാനമേള ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളായിരുന്നു. അപ്പോൾ അവൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെ കുറച്ച് നേരം അവനെയും കൊണ്ട് ചുമ്മാ സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് ഇറങ്ങി. ആദ്യമായിട്ട് അങ്ങനെ റോഡിലോട്ട് ഇറങ്ങുന്നത്. മറ്റേ നമ്മുടെ വഴി കിടന്ന് തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് തന്നെ ചവിട്ടുന്നത്. പിന്നെ അവനൊന്ന് സന്തോഷം ആയിക്കോട്ടെ എന്ന് എഴുതി വഴിയിലേക്ക് കുറച്ച് നേരം കൊണ്ടുപോയി. ആ സമയത്ത് വണ്ടിയൊന്നും ഇല്ലല്ലോ. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം അഭ്യാസ പ്രകടനമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു വിശക്കുന്നെന്ന്. അങ്ങനെ ഞാൻ പിന്നെ അവന് ചോറല്ല, അവന് കപ്പ വേണമെന്ന് പറഞ്ഞു. രാവിലത്തെ ഉച്ചയ്ക്ക് വെച്ച കപ്പ ഉണ്ടല്ലോ, കപ്പയും കറിയും മതി എന്ന് പറഞ്ഞു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുക. എപ്പോൾ വരും അമ്മ, എപ്പോൾ വരും അച്ഛമ്മ, എപ്പോൾ വരും ചേച്ചി, എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചിരിക്കുക. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവനും കപ്പയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആരും ഇല്ലായിരുന്നു കേട്ടോ. അവരൊക്കെ ഗാനമേള കഴിഞ്ഞ് ഇനി 10 മണിയൊക്കെ ആവത്തില്ലേ വരാനായിട്ട്. ഏട്ടനും വന്നില്ലായിരുന്നു. അച്ഛനും ഇനിയിപ്പം 9 മണി ഒക്കെ ആവും വരാനായിട്ട്. ഞാനും അവനും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അവർ വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചു. എനിക്ക് വിശന്നിട്ടുണ്ടായിരുന്നു, ഞാനും കഴിച്ചു. അവരിനിയിപ്പോൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ഒരു സമയം ആവുമല്ലോ. അതുകൊണ്ട് മോന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു. കഴിക്കാനൊക്കെ കൊടുത്താൽ അടങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ വാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഥയൊക്കെ പറഞ്ഞിരുന്നാലേ ഇരിക്കും. ഫോണിലിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അവൻ ഫോൺ ചോദിച്ചേനെ, അമ്മ ഗെയിം കളിക്കാൻ തരാമോ എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല, എന്നാലും ചുമ്മാ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടി ചോദിച്ചേനെ. പിന്നെ ഞാൻ പറയുക വീഡിയോ എടുക്കുകയാണെന്നൊക്കെ. പിന്നെ അംഗൻവാടിയിലെ പാട്ടൊക്കെ എന്നെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നേ. അമ്മ ഒരു പാട്ടൊക്കെ പാടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് അച്ഛൻ വരുമ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോകുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി മാറ്റാനുണ്ടായിരുന്നു. രാവിലെ വെച്ച് കറിയുടെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചട്ടിപ്പാത്രങ്ങൾ, കഞ്ഞിയുടെ പാത്രങ്ങൾ, എല്ലാ പാത്രവും നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് കഴുകി മാറ്റും. പിന്നെ എനിക്ക് എന്തോ വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ രാത്രി ഞാൻ അധികം അങ്ങനെ, എന്നാലും ഒതുക്കിയിടും. എല്ലാ പാത്രവും ഫുള്ള് നമ്മൾ രാത്രി കഴുകി മാറ്റും. വൈകി മാത്രം ജസ്റ്റൊക്കെ ഒന്ന് കഴുകി വിടും. പാചകം എല്ലാം തുടച്ച് വൃത്തിയാക്കിയിടും. അതാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പാത്രം കഴുകി ആ ദിവസം അങ്ങ് പോകും. അങ്ങനെ പാത്രം എല്ലാം ഒതുക്കി കഴുകി പാചകം എല്ലാം കഴുകിയിട്ട് ഞാനും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മേനെയും തമ്പുരിനെയും കാണാഞ്ഞിട്ട് പിന്നെ അവരെ പോയി വിളിച്ചു. അങ്ങനെ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അത് തീരുന്നതിന് മുമ്പ് അവരും ഇവിടെ വന്നു കേട്ടോ. അച്ഛനെ അവരെ കാണാഞ്ഞിട്ട് എന്നാൽ വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അമ്മയും തമ്പുരും തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവരും ഭക്ഷണം കഴിച്ച് അവർ 3 പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും അച്ഛൻ അമ്മയെ വിളിക്കാൻ പോയ സമയത്ത് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടന് പിന്നെ വീഡിയോയിലൊന്നും വരുന്നതൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഏട്ടനെ ഞാൻ കാണിക്കാഞ്ഞതാണ്. ഏട്ടനും വന്നു, കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രമൊക്കെ കഴുകി മാറ്റുന്നത്. നമ്മുടെ അടുക്കളയെല്ലാം അങ്ങനെ വൃത്തിയാക്കി. പിന്നെ ഒന്ന് തൂത്തൊക്കെ വാരും. കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഹോളും അടുക്കളയൊക്കെ ഒന്ന് തൂത്തൊക്കെ വാരിയിട്ടാണ്. എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ, എന്നും ഇങ്ങനെ തന്നെയാണ്. എല്ലാം കഴുകിയിട്ട് ഞാൻ ലൈറ്റ് അണച്ചിട്ട് ഫ്രണ്ടിലേക്ക് ചെന്നു. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്ന് അതൊന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത് രാത്രി. അതിട്ടിട്ട് അങ്ങനെ ഞാൻ കിടന്നു. നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഞാൻ പരമാവധി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങാൻ കിടന്നു, ഞാനും കിടന്നു. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ?